മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയുടെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ നിഷേധിച്ചതിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അയൽ രാജ്യം എത്ര ശ്രമിച്ചാലും ആഗോള ഭീകരതയുടെ കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. തഹാവൂർ ഹുസൈൻ റാണയുടെ നാടുകടത്തൽ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ സാഹചര്യത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ മറ്റുള്ളവരെ പാകിസ്ഥാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത് തെളിയിക്കുന്നു എന്നും രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കാശ്മീരിനെ കുറിച്ചിട്ടുള്ള പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ പ്രസ്താവനയ്ക്കും രൺധീർ ജയ്സ്വാൾ മറുപടി പറഞ്ഞു. ഇന്ത്യൻ പ്രദേശം എങ്ങനെയാണ് പാകിസ്ഥാന്റെ ജീവരക്തമാകുന്നത് എന്നാണ് രൺധീർ ജയ്സ്വാൾ ചോദിച്ചത്. കാശ്മീർ ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിയണം എന്ന ഒരേ ഒരു പ്രശ്നം മാത്രമാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്റെ രാജ്യത്തിന് ഒരിക്കലും കാശ്മീരിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവി അടുത്തിടെ പറഞ്ഞിരുന്നു. നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രധാന ഭാഗമാണ് കാശ്മീർ എന്നായിരുന്നു മുൻ പാക് സൈനിക മേധാവിയുടെ വാദം. എത്രമാത്രം സ്ഥാനങ്ങൾ അലങ്കരിച്ചാലും, എത്ര വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തിയാലും, തോളിൽ എത്ര സ്റ്റാർ തൂങ്ങിയാലും, എത്ര മെഡലുകൾ വാങ്ങിക്കൂട്ടിയാലും ശരി, തലച്ചോറിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരതയും തീവ്രവാദവുമാണെങ്കിൽ ഒരു സൈനിക മേധാവി പാകിസ്ഥാനിൽ ഇങ്ങനെയാകാനേ തരമുള്ളൂ. സ്കൂൾ തലം മുതൽ ജാതീയത പഠിപ്പിക്കണമത്രേ. ഇന്ത്യ വേറെയാണെന്നും പാകിസ്ഥാൻ വേറെയാണെന്നും രണ്ട് രാജ്യത്തിന്റെയും മതവും മത തീവ്രവാദത്തെ സംബന്ധിച്ചും പഠിപ്പിക്കണമത്രേ. ഒരു സൈനിക മേധാവി ഒരു പൊതു ചടങ്ങിനിടയിൽ സംസാരിച്ചതാണിത്. ശരിക്ക് രൺധീർ ജയ്സ്വാൾ മറുപടിയും കൊടുത്തിട്ടുണ്ട്. പിടിയിലായ തഹാവൂർ ഹുസൈൻ റാണയുടെ ഇന്ത്യൻ ബന്ധങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ് ഇപ്പോൾ NIA. ഹെഡ്ലി ഇന്ത്യയിലെത്തിയപ്പോൾ സഹായം നൽകിയത് റാണ നിയോഗിച്ച ബഷീർ ഷെയ്ഖ് എന്ന വ്യക്തിയാണ് എന്ന് ഏജൻസിക്ക് വ്യക്തമായി. സാബിർ എന്ന വ്യക്തിയെ മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരാഴ്ചയായി NIA കസ്റ്റഡിയിലുള്ള തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്ന് മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് NIA. റാണയുടെ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഡേവിഡ് ഹെഡ്ലിയെ മുംബൈയിൽ എത്തിച്ചത്. ആദ്യമായി മുംബൈയിലെത്തിയ ഇയാൾക്ക് റാണയുടെ നിർദ്ദേശപ്രകാരം ബഷീർ ഷെയ്ഖ് എന്ന വ്യക്തിയാണ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയത്. താമസിക്കാനുള്ള ഹോട്ടലും പുതിയ ഓഫീസ് സൗകര്യങ്ങളും കണ്ടെത്തി നൽകിയതും ഷെയ്ഖായിരുന്നു. റാണയുടെ നിർദ്ദേശപ്രകാരമാണ് ഷെയ്ഖ് ഹെഡ്ലിയെ സ്വീകരിച്ചതെന്നും ഏജൻസി വ്യക്തമാക്കുന്നു. എന്നാൽ റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതികൾ സംബന്ധിച്ച് ഷെയ്ഖിന് വിവരമുണ്ടായിരുന്നു എന്നതിൽ ഏജൻസി വ്യക്തത വരുത്തിയിട്ടില്ല. മുംബൈ ജോഗേരി സ്വദേശിയായിട്ടുള്ള ഷെയ്ഖ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ പട്ടികയിൽ ഇല്ല. ഇയാൾ പിന്നീട് ഇന്ത്യ വിട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. തന്നെയുമല്ല, ഹെഡ്ലിയുടെ ഇന്ത്യയിലെ മറ്റ് യാത്രയിൽ എല്ലാം റാണ സഹായത്തിന് ആളുകളെ നിയോഗിച്ചിരുന്നു. റാണയ്ക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും സംഘടനയുമായോ സംഘങ്ങളുമായോ ബന്ധമുണ്ടായിരുന്നു എന്നുകൂടി അറിയാനാണ് ഇപ്പോൾ NIA ശ്രമം നടത്തുന്നത്. അതേസമയം കൊച്ചിയിൽ നിന്നെത്തിയ NIA സംഘവും റാണയെ ചോദ്യം ചെയ്തു. കൊച്ചി NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി. DIG SP റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാണ് എത്തിയത്. ഇവർ റാണയുടെ കൊച്ചി യാത്രയെ സംബന്ധിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയും. ഈ സാഹചര്യത്തിലാണ് റാണയെ സഹായിക്കാൻ വേണ്ടി റാണയുടെ സ്റ്റെപ്പിനി എന്നറിയപ്പെടുന്ന സിനിമാ നടി പറന്നെത്തി എന്ന വാർത്തയും പുറത്തു വരുന്നത്. റാണയുടെ സഹായി റാണയെ സഹായിക്കുന്നതിനു വേണ്ടി ജയിൽ മോചിതനാക്കുന്നതിനു വേണ്ടിയാണോ അതോ ഇനിയിപ്പോ പെയിന്റ് അടിച്ച് വെളുപ്പിക്കുന്നതിനു വേണ്ടിയാണോ? എന്തായിരുന്നാലും സഹായിയായിട്ടുള്ള സ്റ്റെപ്പിനി ശരീരത്തിന് ചൂട് കൊടുക്കാനാണോ മനസ്സിന് ഇനിയും എൻകറേജ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണോ എത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് കേൾക്കാം. ഹുസൈൻ റാണ റാണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റാണയ്ക്ക് കേരളത്തിലുള്ള ബന്ധം, അതോടൊപ്പം റാണയെ ഒരു നടിയുമായി പേര് ചേർത്ത് കേൾക്കുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതിനിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. റാണ ജയിലിൽ ഖുറാൻ ആവശ്യപ്പെട്ടതടക്കം വരുന്നുണ്ട്. സ്വാഭാവികമായി ഇപ്പോൾ റാണയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? റാണയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ തൃശൂർ കളക്ടറേറ്റിൽ റാണയുടെ ഇമെയിലിൽ നിന്ന് ഒരു സന്ദേശം വന്നു. RDO ഓഫീസുകളിലാണ് ബോംബ് ഭീഷണി. തൃശ്ശൂരിലും പാലക്കാടിലെയും RDO ഓഫീസുകളിലാണ് ബോംബ് ഭീഷണി വന്നത്. തഹാവൂർ റാണ എന്ന പേരിൽ വിലാസത്തിൽ വന്ന മെയിലിലെ തമിഴ്നാട്ടിലെ AIDMK നേതാവ് എടപ്പാടി പളനിസ്വാമിയെ വധിക്കാൻ വേണ്ടി ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് പറയുന്നത്. എന്നാൽ കേരളത്തിലെ ഓഫീസുകളിൽ ഭീഷണി സന്ദേശം ലഭിച്ചതിന്റെ ഇതിന് കേരളത്തിൽ എന്തിനാണ് ഭീഷണി വന്നത് എന്നതിന്റെ കാരണം വ്യക്തമല്ല. തൃശ്ശൂരിലെ അയ്യന്തോളിലെ RDO ഓഫീസ് ബോംബിട്ട് തകർക്കും എന്നാണ് ആദ്യത്തെ ഭീഷണി എത്തിയത്. പുലർച്ചെ 4:30യോടെയാണ് ബോംബ് ഭീഷണി എത്തിയത്. പിന്നാലെ പാലക്കാട് RDO ഓഫീസിലും ഭീഷണി സന്ദേശം ലഭിച്ചു. രണ്ടിടത്തും RDOയുടെ ഇമെയിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും RDO ഓഫീസുകളിൽ പരിശോധന നടത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ബോംബ് പൊട്ടും. ഇതാണ് മെയിലിൽ പറഞ്ഞിരിക്കുന്നത്. ഇമെയിൽ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. സന്ദേശം ലഭിച്ചതോടെ പോലീസ് പരിശോധന ആരംഭിച്ചു. ബാരിക്കേഡ് റാണ വന്നതോടുകൂടി
ഒരുപാട് ഭീഷണികളുണ്ട്. തൃശൂർ കളക്ട്രേറ്റ് പൊട്ടിക്കും, പാലക്കാട് മുഴുവനും കത്തിക്കും, കേരളം മുഴുവനും ബോംബിട്ടങ്ങട് തകർക്കും. തടിയന്റെ അവിടെ നസീർ, അബ്ദുൽ നാസർ മദനി, ഡി കമ്പനി, ദാവൂദ് ഇബ്രാഹിം, എന്താ കണക്ഷൻസ് പോകുന്നത്. പാകിസ്ഥാൻ കൈവിട്ടപ്പോഴേക്ക് കാക്കാമാരാകെ വെട്ടിലായിട്ടുണ്ട്. പോലീസ് കളക്ടറേറ്റിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. പാലക്കാട് ആർഡി ഓഫീസിലും മറ്റൊരു ബോംബ് ഭീഷണി ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഈ റാണയെ പിടിച്ചപ്പോൾ തന്നെ അതീവ സുരക്ഷിതമായാണ് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതായത് റാണ മാത്രമേ പിടിയിലായിട്ടുള്ളൂ. റാണയുടെ അനുയായികൾ ഇപ്പോഴും പുറത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റാണയെ ഈ അതീവ സുരക്ഷയായ സ്ഥലത്ത് തന്നെ പാർപ്പിച്ചിരിക്കുന്നത് റാണയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അത് പലരെയും എന്താ പറയുക കൂട്ടിലാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പൊ ഒരു റാണയ്ക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ നടി താജ് ഹോട്ടലിൽ റാണയെ വന്ന് കണ്ടു എന്ന് പറയുന്നു. ഒപ്പം കേരളത്തിലെ ഒരു ജഡ്ജിയെ റാണ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഒരു ജഡ്ജിയെ വിളിക്കുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിൽ വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട് അവർ ഈ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. മലയാളത്തിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു നടിയുമായാണ് റാണയ്ക്ക് ബന്ധമെന്ന് പറയുന്നു. ആ നടിയുമായി ബന്ധപ്പെട്ട് ആ നടി തന്നെ റാണയെ രക്ഷിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുണ്ട്. പക്ഷെ അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല എന്നറിയാം. ഒരു ഭീകര പ്രവർത്തനം നടത്തിയ ആസൂത്രകനാണ്. എന്തൊക്കെ വീണ് കിട്ടിയോ അതെല്ലാം ഉള്ളി പറക്കിയെടുത്ത് കൃത്യമായ അന്വേഷണം എത്തുമ്പോൾ അത് കേരളത്തിലെ പലരുടെയും തലയിലേക്ക് അത് എത്തുമോ എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റാണയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ കേരളവുമായി എപ്പോഴും കണക്റ്റഡ് ആണ്. കേരളത്തിൽ ഒരുപാട് ബന്ധങ്ങൾ റാണയ്ക്കുള്ളതായിട്ടാണ് ഈ സൂചനകൾ. കാരണം ഇത്തരത്തിൽ ഇമെയിൽ വരുന്നു, അവിടെ താജ് ഹോട്ടലിൽ താമസിക്കുന്നു, അവിടെ പലരും വന്ന് റാണയെ കാണുന്നു. സ്വാഭാവികമായി റാണയ്ക്ക് ഒരുപാട് പേരുമായി, കേരളത്തിലുള്ള ഒരുപാട് പേരുമായി ബന്ധമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ DGP ബെഹ്റ അടക്കം പറയുന്നുണ്ട് റാണയെ ചോദ്യം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും, റാണയ്ക്ക് കേരളത്തിലും ഇന്ത്യയിലുമുള്ള പലരുമായി ബന്ധമുണ്ട് എന്നൊക്കെ ഒരു മുൻ DGP പറയണമെങ്കിൽ സ്വാഭാവികമായും റാണയ്ക്ക് എന്തൊക്കെയോ വേരുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. റാണ കുടുംബസമേതം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നതിന്റെയൊക്കെ രേഖകളും മറ്റും കാണും. കേരളത്തിൽ ഇയാളെ സഹായിക്കാൻ ആൾക്കാരില്ലെങ്കിൽ ഇയാൾ കേരളത്തിൽ എങ്ങനെ വന്നു? താജ് ഹോട്ടലിൽ താമസിക്കുന്നു, താജ് ഹോട്ടൽ തന്നെ പൊട്ടിത്തെറിപ്പിക്കുന്നു, മലയാളി ജഡ്ജിയുമായിട്ട് ഇയാൾ ബന്ധപ്പെടുന്നു, തടിയന്റെ അവിടെ നസീറുമായി ബന്ധമുണ്ടെന്നും അബ്ദുൽ നാസർ മദനിയുമായി ബന്ധമുണ്ടെന്നും നിരന്തരം നമ്മൾ കേൾക്കുവല്ലേ വാർത്തകൾ. അപ്പൊ സ്വാഭാവികമായും അത് കണ്ടെത്തേണ്ടതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഇത് ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇദ്ദേഹം ഒരു മിലിറ്ററി ഡോക്ടറാണ്, മിലിറ്ററിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ പാകിസ്ഥാനിലെ നയതന്ത്ര പ്രതിനിധിയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ. 64 വയസ്സ് ഇപ്പോഴാണ് ഉള്ളത്. ഇദ്ദേഹം പാകിസ്ഥാൻ മിലിറ്ററി വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അന്ന് ഭരിച്ചിരുന്നത് UPA സർക്കാരാണ്. അന്നത്തെ വിദേശകാര്യമന്ത്രി കേരളത്തിലുള്ള ഒരാളാണ്. ആ വിദേശകാര്യമന്ത്രി ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്താനുള്ള എല്ലാ രീതിയിലുള്ള സംരക്ഷണവും ഒരുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ എവിടെയൊക്കെയോ വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ്. അല്ലെ, ആ മന്ത്രി ആരാണ് എന്നുള്ളതും ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ നമ്മളെ വാർത്തയിൽ തന്നെ നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും അത്തരത്തിൽ രാഷ്ട്രീയക്കാരല്ലേ, രാഷ്ട്രീയക്കാർക്ക് ഭീകരന്മാരുമായിട്ട് ബന്ധം പാടില്ല എന്ന് നമ്മുടെ രാജ്യത്ത് അലിഖിത നിയമമൊന്നുമില്ലല്ലോ. നന്ദി.